ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന പലരും ഇപ്പൊ നമുക്ക് അറിയത്തുപോലില്ല അവരെവിടാന്ന് പോലും. അല്ല, ചില ബന്ധങ്ങളൊക്കെ അങ്ങനല്ലേ, നമ്മൾ അന്ന് വിചാരിക്കും ഇവരില്ലാതെ അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിരുന്ന പല ബന്ധങ്ങളും അവരെവിടാന്ന് പോലും നമുക്ക് അറിയത്തില്ല. പ്രണയമായിക്കോട്ടെ സ്നേഹമായിക്കോട്ടെ ഒന്നിനും പുറകെ പോയിട്ട് അത് പിടിച്ചെടുക്കുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. നമുക്ക് നമ്മളോട് താല്പര്യമില്ലാതെ എന്താണെങ്കിലും അതിന് പുറകെ പറ്റി കുറിച്ച് കാര്യമില്ല. സ്ത്രീകളുടെ പ്രത്യേക കഴിവെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയം മുതൽ നമ്മൾ എണീക്കുന്ന സമയം വരെ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ആണുങ്ങൾ എന്താ അറിയോ, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കിടന്നുറങ്ങി നമ്മളതൊക്കെ മറക്കും. സ്ത്രീകൾ അങ്ങനെയല്ല, 10 വർഷം കഴിഞ്ഞാൽ ആ ഡേറ്റും ടൈമും ഒക്കെ നോട്ട് ചെയ്ത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, അതൊക്കെ പണ്ട്. ഇപ്പൊ ആൺപിള്ളേരും കണക്ക് സോറി ഞാൻ പറയാനുണ്ട്. സ്വന്തം പ്രണയത്തെ കുറിച്ച് കണ്ട ഒരു വലിയ സ്വപ്നം. ഞാനും ഒറ്റ വാക്കില് ഉത്തരം പറയാം, മോങ്ങനും മോളിയും. പ്രണയിനിയുമായി ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയാൽ അവിടെ എന്ത് ഫുഡായിരിക്കും വിളമ്പുക? മുയലിറച്ചി കുടിഞ്ഞിരിക്കുന്ന ബർഗർ. ഫ്രണ്ട്സിന്റെ ഒപ്പം കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കൂട്ടുകാരന്മാർ പറയും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അവർ പറയും ഏത് സിനിമ എന്ന് നോക്കും. അപ്പോൾ ഞാൻ പറയാം ഇവിടുത്തെ പോയെന്ന് നോക്കും. അപ്പോൾ അവർ പറയും അങ്കമാലി ഡയറീസ് എന്ന് പറയും. അങ്കമാലി ഡയറീസ് കണ്ടിട്ടുണ്ട് അതിലേതാ. അപ്പോൾ വീണ്ടും അകരുന്നു. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ് ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ് അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് അങ്ങനെ പറ. ഒരു വടക്കൻ പ്രണയപർവം എന്ന മൂവി പ്രൊമോഷന്റെ ഭാഗമായി ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് അഞ്ജന, സൂരജ്, ശ്രീകാന്ത് വെറ്റിയ, വിനീത് വിശ്വം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ, എനിക്ക് പേര് പറഞ്ഞപ്പോൾ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പല പ്രണയങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ വടക്കൻ പ്രണയപർവം എന്ന് പറയുന്നത്? ഭീഷ്മപർവം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ഈ ഒരു വടക്കൻ പ്രണയപർവം? പറഞ്ഞോളൂ, ആർക്ക് വേണമെങ്കിലും പറയാം. നിങ്ങൾ വടക്കന്മാരുടെ പ്രണയം ഉണ്ടല്ലോ, വടക്കൻ എന്ന് വെച്ചാൽ നമ്മള് വടക്കന്മാരുടെ കേരളത്തിന്റെ വടക്ക് ഭാഗത്തുള്ള കണ്ണൂർ ഭാഗത്താണ് അതെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പർവ്വം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അധ്യായം എന്നാണ്. അപ്പം വടക്ക് ഭാഗത്തുള്ള ഒരു പ്രണയത്തിന്റെ ചാപ്റ്റർ ആണ്. അതാണ് ഓക്കെ. ഈ ടീച്ചർ ഒക്കെ കണ്ടപ്പം നമുക്ക് തന്നെ ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം ഒരു കോളേജ്, നമ്മള് പണ്ട് കോളേജ് വൈബിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ കോളേജിൽ നടക്കുന്ന ഒരു വടക്കൻ സ്റ്റോറിയാണോ ഉദ്ദേശിക്കുന്നത്? വടക്കന്റെ പ്രണയം, കുറെ വടക്കന്മാരുടെ പ്രണയം, കുറെ പ്രണയങ്ങൾ. മെജോറിറ്റി ആൾക്കാർ വടക്കന്മാരാണ്, കുറച്ച് ആൾക്കാരുള്ളൂ മധ്യ കേരളം. ശരിക്കും റിയലി നിങ്ങൾ ആരെങ്കിലും ഫ്രം വടക്കാണോ? കണ്ണൂരാണ്. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കണ്ണൂർ എന്ന് പറഞ്ഞ ഭാഷ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ഒരു ഭാഷയാണല്ലോ. അപ്പൊ നിങ്ങൾക്ക് കണ്ണൂർ ഭാഷയൊക്കെ പഠിച്ചോ? എന്നാ നമുക്ക് കണ്ണൂരിൽ സംസാരിക്കാം. നിങ്ങൾ കണ്ണൂരാണോ? അല്ല, എനിക്ക് കണ്ണൂർ ഭാഷ തെറ്റിയാലും അറിയില്ല. അതാണ്. സൂരജ് ഞാനിപ്പോ ഇവിടെ ആയതുകൊണ്ട് മധ്യഭാഗത്തായതുകൊണ്ട് അല്ല, എനിക്ക് തോന്നുന്നേ കണ്ണൂർ ഭാഷയിൽ നമ്മൾ ബേസിക് ആയിട്ട് കുറച്ച് വാക്കുകൾ ഞാൻ ചേർത്താ മതി തോന്നുന്നു. കുറെ കണ്ടീന, പോയിന, കണ്ണീന, കണ്ടീന, കണ്ടീന, കണ്ടോ, കണ്ടീന, പിന്നെ ഓന്, ഓള്, ഓര്, പോയിന, കഴിച്ചീന, വന്നീന. ഞാൻ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ രക്ഷപ്പെടാം. എല്ലാത്തിനോടും ഞാൻ ചേർക്കരുത്, കുറച്ചൊക്കെ. അപ്പൊ ആരെങ്കിലും എനിക്ക് കണ്ണൂർ ഭാഷ അറിയാന്ന് ചോദിച്ചാൽ ഇവനെ അങ്ങനെ പറയാറുണ്ട്. ഓക്കെ. ഇപ്പൊ ഈ മൂവിയില് ടീച്ചറിൽ തന്നെ നമുക്ക് പൊളിറ്റിക്സ് കാണാൻ പറ്റുന്നുണ്ട്, ടീച്ചേഴ്സ് തമ്മിലുള്ള ഒരു ചെറിയൊരു ലവ് സ്റ്റോറി കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള അടിയിടിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു പോസ്റ്റർ കണ്ടപ്പം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന സ്റ്റോറി പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളുടെ ഒരു ഗെറ്റപ്പും പിന്നെ ബസ്സിന്റെ ലുക്കൊക്കെ കണ്ടിട്ട് ശരിക്കും ഇത് 2000 തുടങ്ങുമ്പോൾ ഉള്ള കാലഘട്ടത്തിൽ പറയുന്ന സ്റ്റോറിയാണ്. രണ്ട് കാലഘട്ടമുണ്ട്, 12-13 കാലഘട്ടവും. ഇപ്പൊ ക്ലാസ്മേറ്റ് സിനിമയൊക്കെ പോലെ തന്നെ ഒരു റീയൂണിയനും അതിന് മുന്നത്തെ ഒരു 10-15 വർഷം മുന്നത്തെ ഒരു കാലഘട്ടം കാണിക്കുന്നുണ്ട് സിനിമ. ഓ, അങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ. രണ്ട് കാലഘട്ടം ഉണ്ട്, അതാണ് ഈ പറഞ്ഞ പോലെ പഴയ ഒരു പരിപാടി. അപ്പൊ ഈ മൂവി ചെയ്തപ്പോ തന്നെ ഒരു കോളേജ് വൈബ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ? ഞാൻ കോളേജിൽ പോയിട്ടില്ലായിരുന്നു, ഇങ്ങനെയാ കിട്ടിയത്. ശരിക്കും പോയിട്ടില്ലായിരുന്നു? ഇല്ല, ഞാൻ കോളേജിൽ പോയിട്ടില്ല. കോളേജിൽ പോയിട്ടില്ല.
അപ്പൊ അപ്പൊ പിന്നെ ഇത് കേട്ടപ്പോ തന്നെ ഞാൻ അതിൽ ജോയിൻ ചെയ്യുമായിരുന്നു. കോളേജ് ലൈഫ് എന്ന് പറഞ്ഞപ്പോ തന്നെ ചേട്ടൻ സമ്മതിച്ചു. അതെ, പിന്നെ ഞാൻ വരാൻ അതെ, പറഞ്ഞു. അതെ. ശരിക്കും ബ്രേക്ക് പറഞ്ഞാൽ ആള് പോകില്ല, അവിടെ തന്നെ തിരിഞ്ഞു കളിക്കും. അവിടെ തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായോ കോളേജ്? നിങ്ങളൊക്കെ കോളേജ് പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. എനിക്ക് പക്ഷെ കോളേജ് ലൈഫ് കുറെ മിസ്സായിട്ടുണ്ട്. ഞാൻ കൊറോണ ബാച്ച് ആയിരുന്നു. അപ്പൊ പിന്നെ ഫസ്റ്റ് ഇയർ മാത്രമേ Online എനിക്ക് കിട്ടിയിട്ടുള്ളായിരുന്നു. അപ്പൊ ഞാൻ ബാക്കി ഇതിൽ തീർത്തു. അപ്പൊ പിന്നെ നമുക്ക് ഷൂട്ടൊക്കെ വരുമ്പോ എല്ലാരും കൂടി ചില്ല് ചെയ്ത് ഇരിക്കാൻ പറ്റിയ അതെ, ഒരു സമയം കൂടിയായിരുന്നു അല്ലേ? ഇപ്പൊ അഞ്ജനയുടെ ഫസ്റ്റ് മൂവിയാണ്, ഹീറോയിനായിട്ട് ഫസ്റ്റ് മൂവിയാണ്. ഹീറോയിൻ ആയിട്ട് ഫസ്റ്റ്. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകതയായിരിക്കുമല്ലോ ഈ മൂവി എന്ന് പറഞ്ഞപ്പോ, വളരെ സ്പെഷ്യൽ ആയിരിക്കും അഞ്ജനയ്ക്ക് അല്ലേ? അതെ, ഈ മൂവി എന്ന് പറഞ്ഞതും വളരെ സ്പെഷ്യൽ ആയിട്ട് കിട്ടിയത്. അതെങ്ങനെയാ? ഞാൻ ഇതിന്റെ കാസ്റ്റിംഗ് കോള് കണ്ടിട്ട് അയച്ചിട്ടാണ് ഇതിലേക്ക് കാസ്റ്റ് ആയത്, ഓഡീഷന് പോയിട്ട്. അപ്പോൾ ഓഡീഷന് പോയതും അതൊരു സ്റ്റോറിയാണ്. എനിക്ക് ഏതൊരു നല്ല കാര്യത്തിൻ്റെയും തൊട്ട് മുന്നേ എന്താ പനി, ജലദോഷം, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പം അങ്ങനെ ഫസ്റ്റ് ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഓഡീഷന് പോയി. അങ്ങനെ പിന്നെ ഞാൻ എബനേസർ എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ ഋഷിയുടെ വിളിച്ചിങ്ങനെ ചോദിച്ചു, ഞങ്ങളുടെ മൂവിയിൽ ഇങ്ങനെ കാസ്റ്റ് ആയിട്ടുണ്ട്, ഹീറോയിനായിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടല്ലോ. ഏയ് എന്ത് ബുദ്ധിമുട്ടോ, അങ്ങനെയാണ് അതിന്റെ കാസ്റ്റിംഗ് കോളിന്റെ ഫസ്റ്റ് തന്നെ. നമ്മുടെ അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമാണ് പ്രണയകിണർ എന്ന് പറഞ്ഞിട്ട് ടീച്ചറിലൊക്കെ കണ്ടു. അപ്പൊ അതില് ആ കിണറിന്റെ ഇരിക്കുന്ന 2 പേര് പുറംതിരിഞ്ഞാ ഇരിക്കുന്നത്, ബാക്ക് സൈഡേ കാണുള്ളൂ. അപ്പൊ ഇങ്ങനെ ആദ്യം കാസ്റ്റിംഗ് കോളിൽ അത് കണ്ടപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പൊ അത് നോക്കിയിട്ട് ആ ഇരിക്കുന്നത് ഞാനാണെങ്കിലോ എന്നിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ നമുക്ക് എങ്ങനെങ്കിലും ഒക്കെ വരുന്നല്ലേ? ഇപ്പൊ സൂര്യചേട്ടനിലേക്ക് വരുവാണെങ്കിൽ സീരിയലിലൊക്കെ ഫുൾ ചില്ലായിട്ട് നിന്ന ആള് ഇപ്പൊ മൂവീസിലും വന്നിരിക്കുകയാണ്. അതേപോലെ തന്നെ മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരാളും കൂടിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കുറെ കൊല്ലം മുമ്പുള്ള ഒരു വീഡിയോ ആണ്, പക്ഷെ ഇതിൽ കണ്ടിരുന്നു, നമുക്ക് ഒരാൾ ഒരുപാട് ഇഷ്ടപ്പെടാം, ഒരുപാട് സ്നേഹിക്കാം, പക്ഷെ ഒരുപാട് വിശ്വസിക്കരുതെന്ന്. അങ്ങനെയാണ്? സത്യല്ലേ? ആണല്ലേ? ആണോ? പിന്നെ നമുക്ക് നമ്മളെ ബ്രെയിന് മറ്റൊരാളെ കൺട്രോൾ ചെയ്യുന്ന ഒരു കണ്ടീഷൻ പോകാതിരിക്കുന്ന ഏറ്റവും ബെറ്റർ. ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആർട്ടിസ്റ്റുകളല്ലേ, സാധാരണക്കാർക്ക് അതല്ലേ, നമുക്ക് ചെയ്യാനുള്ള കാര്യം നമുക്ക് കറക്റ്റായി ചെയ്യാൻ പറ്റിയല്ലേ. അതിന് വേറെ ആളെ ഇങ്ങനെ ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെടാം, പക്ഷെ ആരും വിശ്വസിക്കാതിരിക്കുക, ഒരുപാട് വിശ്വസിക്കരുത്. അതിപ്പോഴും സ്വന്തം ജീവിതത്തിൽ നിന്നും ഓരോ ദിവസവും ചെയ്തിക്കൊണ്ടിരിക്കുക. ഞാൻ ചേട്ടനെ കണ്ടപ്പോ ആരെങ്കിലും വന്നിട്ട് പെട്ടെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് ഉണ്ണിമുകുന്ദാന്ന് വല്ലതും വിളിച്ചിട്ടുണ്ടോ? ഞാൻ വിളിച്ചായിരുന്നു. ശരിക്കും മാത്രമേ തോന്നിയെന്നുള്ളു. ശരിക്കും വിളിച്ചായിരുന്നാ? വിളിച്ചായിരുന്നു. തമാശക്ക് വിളിച്ചാണോ അത് സീരിയസ് ആയിട്ട് കണ്ടപ്പോ? അല്ല, ഞാൻ പറഞ്ഞായിരുന്നു ഉണ്ണിമുകുന്ദന്റെ ഒരു. അങ്ങനെ പറയാറുണ്ടോ? അദ്ദേഹത്തെ പോലെ ആണെങ്കിൽ നമ്മള് ജിമ്മിലൊക്കെ പോയി നന്നായി വർക്കൗട്ടൊക്കെ ചെയ്ത്. അല്ല, പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്റെ തന്നെ ഇതാണ് ഹീറോ എന്ന് പറയുമ്പോ ഉണ്ണിമുകുന്ദന്റെ സുരജാണല്ലോ, ഉണ്ണിമുകുന്ദനെ പോലെ ഉണ്ടല്ലോ കാണാൻ. എങ്ങനെയെങ്കിലും അറിയപ്പെട്ടെ. മരവാഴയൊക്കെ കണ്ടില്ലേ, എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും സംഭവിക്കട്ടെ. ഇപ്പൊ സൂര്യചേട്ടന്റെ സെക്കൻഡ് ലീഡ് മൂവിയാണ് റിലീസ് ആവാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ മൂവിയുടെ ഒരു? ഞാൻ വിചാരിച്ചു ആദ്യം ഒരു മൂവി ഇറങ്ങിയാല് അതോടുകൂടിയിട്ട് ഒരു ആവേശം കെട്ടടങ്ങി പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതിപ്പം എന്താ പറയണ്ടേ, ഓരോ കുട്ടി ജനിക്കുന്ന പോലെയാ എല്ലാ എക്സൈറ്റ്മെന്റ്. ഇന്നലെ ഞാൻ ആ പോസ്റ്ററൊക്കെ പോയി അവിടുന്ന് ആ പോസ്റ്റർ ഒട്ടിച്ച സ്ഥലം വളരെ മോശപ്പെട്ട സ്ഥലം. അവിടെ ഞാൻ അതൊരു സന്തോഷമാണ്. മൂവി ചെയ്യാന്നുള്ളതായിരുന്നോ ആഗ്രഹം പണ്ട് തൊട്ടേ? അതെ, അതെ, മൂവി ചെയ്യണം. ഓക്കെ, അപ്പൊ ഈ മൂവിയിലെ ക്യാരക്ടർ എങ്ങനെയാണ്? ഇതിലെ ക്യാരക്ടർ എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ചെയ്യാനുണ്ടായിരുന്നു. സാധാരണ നമുക്കൊരു സിനിമ എന്ന് പറയുമ്പം ചില സ്ഥലങ്ങളിൽ ചുമ്മാ നടന്നാലൊക്കെ മതിയായിരിക്കും. പക്ഷേ ഇതിൽ ഒരുപാട് ചെയ്യാനുണ്ട്, ഒരുപാട് ഡയലോഗ് പ്രസന്റ് ചെയ്യാനുണ്ട്. പ്രത്യേകിച്ച് രാഷ്ട്രീയം കൂടെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയത്തിലെ കുറച്ച് കട്ടിയായ വാക്കുകൾ വരും, ഒരു വലിയ ഡയലോഗുകൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ക്ലാസ്മേറ്റിലെ പൃഥ്വിരാജൊക്കെ ചെയ്തൊരു ക്യാരക്ടറില്ല, അങ്ങനെ പറയുന്നില്ല കേട്ടോ, ക്ഷമിക്കണം. പക്ഷെ നമുക്ക് കണ്ടിട്ട് നമുക്ക് അതുപോലത്തെ ഒക്കെ ആയിട്ടുള്ള തോന്നിയ സാധനങ്ങൾ ഉണ്ടാവും. ഇതുപോലെയൊക്കെ ചെയ്ത് ഇനിയിപ്പോൾ അത് തിയേറ്ററിൽ വന്ന് ജനങ്ങൾ അംഗീകരിക്കുന്ന ദിവസം അതുവരെയുള്ള ഒരു ടെൻഷൻ. അതെ, ഇപ്പൊ നമ്മുടെ ടീച്ചറിന്റെ താഴെയാണെങ്കിലും ട്രെയിലറിന്റെ താഴേക്ക് എല്ലാവരും വെയിറ്റിംഗ് ആണ്. കാരണം ഇങ്ങനത്തെ ഒരു മൂവി, ഒരു കോളേജ് വൈബുള്ള മൂവി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാറ്റഗറി ആണല്ലോ. അപ്പൊ ആ ജോണർ എല്ലാവരും ഇഷ്ടപ്പെടുന്നോണ്ട് തന്നെ എല്ലാവരും വെയിറ്റിംഗ് തന്നെയാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാനും പറ്റുമല്ലോ അല്ലെ, അതിനുള്ളതുണ്ട് ഈ മൂവിയിലെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ശ്രീകാന്ത് ഏട്ടനിലേക്ക് വരുമ്പോ എനിക്ക് അമ്മേനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ അമ്മയുടെ ഫാനാണ്. ഞാൻ കഴിഞ്ഞ തവണ ഒരു പ്രൊമോഷന് വന്നപ്പം ആക്ച്വലി അമ്മേനെ കണ്ടു. അപ്പൊ അതിലും വലിയ ലീഡ്
ലീഡ് ആയിട്ടുള്ള ആക്ടേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആദ്യം പോയത് അമ്മയുടെ അടുത്തേക്കാണ്. ഒരു കാര്യം അറിയോ, ഇപ്പൊ അമ്മയുടെ മാനേജറാ. അതെ, അമ്മയുടെ അമ്മയുടെ മാനേജർ ഇപ്പൊ വേറെ അമ്മ അഭിനയിക്കാൻ പുറത്തേക്ക് വിളിച്ചോണ്ടിരിക്കുക, അതിങ്ങനെ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, സോറി, കുറച്ച് തിരക്കിലാണ് അമ്മയുടെ അടുത്ത് പറയാതൊക്കെ. ഞാൻ ഓടി ചെന്നത് അമ്മയുടെ അടുത്തേക്ക്. കാരണം എനിക്ക് തോന്നുന്നത് ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ വേറൊരു നല്ലൊരു പാട്ടെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും റിയൽ ലൈഫിൽ കാണുന്ന കുറച്ച് പേരെ പോലെയാണ് നിങ്ങൾ. ഇപ്പൊ സീരിയലും സിനിമ പോലൊക്കെ തന്നെയാണ് നിങ്ങൾ, നമുക്ക് സെലിബ്രിറ്റീസ് തന്നെയാണ്. അപ്പോൾ അവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് അമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെയൊക്കെ നിങ്ങളുടെ ഓരോ വീഡിയോസും ഭയങ്കര രസമാണ് കാണാൻ. അതിൽ അമ്മ ഒരു പ്രൊമോഷന് വന്നപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞാനിവിടെ എത്തിയത് ദൈവവും എൻ്റെ മോനും കാരണമാണെന്ന്. സാധാരണ അമ്മമാര് അല്ല, നമ്മളാണ് അമ്മമാരെ പറ്റി അങ്ങനെ പറയുന്നത്. പക്ഷെ ഇതിൽ നേരെ തിരിച്ചാണ്, അമ്മയാണ് മോനെ പറ്റി പറയുന്നത്. അത് ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ ചേട്ടാ? അതെ അതെ, അത്രേ ഉള്ളോ? വളരെ സന്തോഷമാണ് അമ്മ ഇങ്ങനെ അഭിനയിക്കുന്നത്. ശരിക്കും അമ്മ സന്തോഷിക്കുന്നുള്ള മാത്രമാണ്. ഞാൻ പിന്നെ വേറെ ഒന്നും അമ്മ അങ്ങനെ വലിയ അങ്ങനെ നോക്കുന്നില്ല. അമ്മ ഭയങ്കര ഹാപ്പിയാണ്, അഭിനയിക്കുന്നു, ആളുകൾ വരുന്നു, ഭയങ്കര സന്തോഷം. പിന്നെ അമ്മ സന്തോഷമായിട്ടിരിക്കുന്നതുകൊണ്ട് ഞാനും സന്തോഷം. ഞാനും ഹാപ്പിയാണ്. അമ്മയുടെ മാനേജറാണ്. അതെ, ഇപ്പൊ അമ്മയുടെ മാനേജറായിട്ട് ഇങ്ങനെ പോകുന്നു. ശ്രീകാന്ത് ഉള്ള സ്ഥലത്ത് ആരെങ്കിലും ഒരാള് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. പെട്ടെന്ന് നമ്മൾ ചിരിച്ചു ആണല്ലേ? ഇപ്പൊ റിയൽ ലൈഫിലും ചേട്ടൻ അങ്ങനെ തന്നെയാണ്. വെറുതെ വിഷമിച്ചിരിക്കാറില്ല, എപ്പോഴും ഒരു ഓളം ആണ്, അങ്ങനെയാണല്ലേ? ഇപ്പം ഒരു അതെ, ഞങ്ങള് എല്ലാരും ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ഒരു രസമായിരുന്നു. ഞങ്ങള് തിരിച്ച് നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ? സെലിബ്രേഷൻ അത് ഷൂട്ട് കഴിഞ്ഞിട്ടായിരുന്നു. ഒരു ഷൂട്ട് ഇന്റർവ്യൂ. അതെ അതെ. വിനീതേട്ടനെ കാണുമ്പോൾ എനിക്ക് അരുൺ സാറിനെ വിളിക്കാൻ തോന്നുന്നു. ഇപ്പോഴും എല്ലാരും അങ്ങനെയാണോ വിളിക്കുക? കുറെയൊക്കെ അല്ലേ? അത് പക്ഷെ നല്ലൊരു കാര്യമല്ലേ? ലൈക്ക് നമ്മളുടെ കരിയറിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു റോള് വെച്ച് എല്ലാവരും ഇപ്പോഴും അറിയപ്പെടാന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ടല്ലേ? അതോ തീർച്ചയായിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് അങ്കമാലി ഡയറീസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറേ പടം ചെയ്തിട്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു പരിപാടി കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ നമ്മൾ ഈവൻ ഫ്രണ്ട്സിൻ്റെ ഒപ്പം കല്യാണത്തിനൊക്കെ പോകുമ്പോൾ കൂട്ടുകാരന്മാർ പറയും സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ അവർ പറയും ഏത് സിനിമ എന്ന് വയ്ക്കും. അപ്പോൾ ഞാൻ പറയാം എന്തിനാ നീ പരിചയപ്പെടുത്താൻ പോയെന്ന് വയ്ക്കും. അതുകൊണ്ട് അവർ പറയും അങ്കമാലി ഡയറീസിൽ എന്ന് പറയും. അങ്കമാലി ഡയറീസ് കണ്ടിട്ടുണ്ട് വയ്ക്കും. കണ്ടിട്ടുണ്ട്, അതിലേതാ? അപ്പോൾ വീണ്ടും അകരുന്നു. അപ്പോൾ ചോദിക്കും മറ്റേ കവി ഷാപ്പിൽ മറ്റേ മൊയിലർച്ചെടുക്കുന്ന സീനിൽ അത് കണ്ടിട്ടുണ്ട്, അതിലേതാ? അപ്പൊ അവസാനം നമ്മൾ പോസ്റ്റർ എടുത്ത് കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥ. അതുകൊണ്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുന്നത് നമുക്ക് ടെൻഷനാ. അതൊക്കെ കുറച്ചൊന്ന് പരിഹരിച്ചത് അരുൺ സാറൊക്കെ ഇറങ്ങിയപ്പോഴാണ്. പറഞ്ഞു കൊടുക്കണ്ടല്ലോ, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട നമ്മൾ ഇതാണെന്നുള്ളത്. കുറച്ചെങ്കിലും ഒരു പരിഹാരമായത് ആ സിനിമ. അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ സൂപ്പർ ശരണ്യാണ്. അപ്പൊ അങ്ങനെ അന്നോട്ടേ അറിയാം. ഞാൻ ശ്രീകാന്ത് അഭിനയിക്കുന്ന ആ സെറ്റിലേക്ക് പോയി. ഷൂട്ടിൽ അന്ന് പുള്ളി അവിടെ ലൊക്കേഷനിലുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് അറിയുന്നത്. പിന്നെ അറിയാം, നേരിട്ട് പരിചയപ്പെടുന്നു. അന്ന് കാണുന്ന അവിടെ പിന്നെ പാക്കപ്പ് പാർട്ടി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഷെഡ്യൂൾ, എന്റെ ഷൂട്ടിന്റെ അന്ന് ഫസ്റ്റ് ഷെഡ്യൂളിന്റെ പാക്കപ്പ് ആയിരുന്നു. അപ്പൊ ഞങ്ങളന്ന് പിന്നെ വൈകിട്ട് കണ്ടു. ആണല്ലേ? ഇപ്പം റൈറ്ററും കൂടിയാണ് അല്ലേ? അപ്പൊ ഇനി പുതിയ ഒരു മൂവിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാമോ വിനീതേട്ടാ? അതെ, എഴുത്ത് നടക്കുന്നുണ്ട്. അടുത്തന്നെ ശരിയാവുമെന്ന് വിചാരിക്കുന്നത് നമ്മളും അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുന്നു അല്ലേ? ഇപ്പൊ ശ്രീകാന്തേട്ടന്റെ അടുത്തേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നത്, നമ്മൾ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്, ഫുൾ ആക്ഷൻ കട്ടൊക്കെ നമ്മൾ തന്നെയാണ്, വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു മൂവിയിലേക്ക് വരുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ആക്ട് ചെയ്യുക മാത്രമാണ് ചെയ്യുക, ബാക്കി എല്ലാത്തിനും വേറെ ആളുകളുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡിഫറൻസ് എങ്ങനെയായിരുന്നു? ഡിഫറൻസ് മറ്റേത് നമുക്ക് പ്രഷർ കുറവാണ്, മറ്റേ നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പിന്നെ അത് വലിയൊരു സിനിമയും ഇതുമായി ഭയങ്കര വ്യത്യാസമാണ്, ഒരു ബന്ധവുമില്ല ശരിക്കും. അങ്ങനെ സിനിമ വരുമ്പോൾ പിന്നെ സിനിമയുടെ ടോട്ടാലിറ്റി, മറ്റേ റീല് അങ്ങനെ അല്ലല്ലോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മൾ അഭിനയിക്കാൻ. മറ്റേ റീൽസിൽ നമുക്കിപ്പോൾ 1.5 മിനിറ്റേ ഉള്ളൂ, എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ ഇത് വർക്കായില്ലെങ്കിൽ അടുത്ത റീൽ ചെയ്യാം, അങ്ങനെയൊക്കെ ഉണ്ട്. അതെ, പക്ഷെ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ ഇല്ല. ഇപ്പൊ മൂവിയിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ചില പാട്ടുകളും നന്നായിട്ട് ആളുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡബ്സി പാടിയിട്ടുണ്ട്. ഡബ്സിയുടെ പാട്ടെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കുറച്ചുകൂടി ക്യൂരിയോസിറ്റി ആയിരിക്കുമല്ലോ. അപ്പൊ ആ പാട്ടിന്റെ എന്താ പറയാ ടോണും ഈ ഒരു മൂവിയുടെ നിങ്ങളുടെ ഒരു സെറ്റപ്പുമായിട്ട് എനിക്ക് ആദ്യം ഇതിങ്ങനെ കണക്ട് ചെയ്യുന്നതിനുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ മൂവിയുടെ പാട്ടുകളെ പറ്റി എന്താ പറയാനുള്ളത്? പാട്ടുകള് സാധാരണ ഇപ്പം പോസ്റ്റേഴ്സിന് എല്ലാത്തിനും ഒരു പഴയ സിനിമയാണെന്നൊരു തോന്നലുണ്ടാവും. കാരണം അങ്ങനെ പഴയ ഒരു സിനിമയല്ല, പക്ഷെ ഇപ്പം ഒരു 2K കിഡ്സിന്റെ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി 90 കിഡ്സിലെ കാലഘട്ടം ഉണ്ടല്ലോ, ആ ഒരു കാലഘട്ടത്തിന്റെ അതായത് നമ്മുടെ
1K ആണല്ലേ, എനിക്ക് 2K കിഡ്സിനോട് പുച്ഛം. ഇവരൊക്കെ അതുകൊണ്ട് നമുക്കൊരു സമാധാനമുണ്ട്. ആ, 2K നമുക്ക് അവരോട് പുച്ഛന്നല്ല, നമ്മളെല്ലാരും കൂടെ നമ്മളങ്ങ് തന്ത വൈബ് എന്നൊക്കെ പറഞ്ഞപ്പോ ഇപ്പൊ തന്ത വൈബാണ്, അതാണ് പ്രശ്നം. ഏത് അല്ല ഐ മീൻ അങ്ങനെയല്ല, ഇവര് പറയുന്നത് ഞാനും പുള്ളിയൊക്കെ തന്തവൈവാണ്. തന്ത വൈബ് നല്ലല്ലേ? അതെ, ഒരു കണക്കിന് നല്ലതാ. തന്ത വൈബ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മള് ഇവരിങ്ങനെ പറയുന്നതേ ഉള്ളൂ, പക്ഷെ തന്ത വൈബ് ശരിക്കും നമ്മള് സാധാരണ ജീവിച്ചു പോകുന്ന പോലെ ജീവിക്കുമ്പോ ഇവർക്ക് അസൂയ കാരണം കൊണ്ട് അങ്ങനെ പറയുന്നതേ ഉള്ളൂ. നിങ്ങളൊക്കെ ഒരു ടീം ഞാൻ പറ്റാ. അല്ല ഇവര് ഒന്നും വേണ്ട, ഞാനൊരു നമ്മുടെ ലൊക്കേഷൻ ഇന്നോവയിൽ മുന്നിൽ പോകുമ്പോ ഹാൻഡിലില്ലേ ഞാൻ പിടിച്ചിങ്ങനെ, അതോടുകൂടി ഞാൻ തന്തവൈ പോയി. എന്താ കാരണം ഈ മനസ്സിലായോ, അതിനൊക്കെ തന്ത വൈബ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മള് കണ്ടിട്ടുള്ള സ്പീഡ് പേടിയാന്ന് പറഞ്ഞു, സ്പീഡ് പേടിയാന്ന് പറഞ്ഞു. വീട് പേടിക്കണ്ട പിന്നെ. സ്പീഡ് പേടിയാന്ന് എനിക്കൊന്നും പറ്റില്ല, എന്റെ റോഡിലുള്ള മറ്റുള്ള ആൾക്കാർക്കൊന്നും വീട് പറ്റില്ല. പേടിക്കുന്ന തന്തവൈബെങ്കിൽ ഞങ്ങളൊക്കെ തന്തവൈബ്. ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. നമ്മൾ കണ്ടിട്ടുള്ള കാർട്ടൂൺസ്, നമ്മൾ കണ്ടിട്ടുള്ള പണ്ടത്തെ ഡ്രോപ്സ്, ഇതൊന്നും ഇവർക്ക് അറിയില്ല. അപ്പൊ ഇപ്പോഴും ടോം ആൻഡ് ജെറി ആസ്വദിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. നമ്മള് അതെ, അതൊന്നും ഇവർക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ പാട്ടിന്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പാട്ടിനെ കുറിച്ച് പറ. പാട്ട് അടിപൊളിയല്ലേ? അഞ്ജന പറയും. പാട്ട് അടിപൊളിയാണ്. 2 സോങ്ങാണ് ഇപ്പൊ റിലീസായത്. അതെ, 2 സോങ്ങും ഞാൻ അഭിനയിച്ച സിനിമ ആയതുകൊണ്ട് പറയല്ല, നല്ല പാട്ടാണ്. അതുകൊണ്ട് തന്നെ സ്വന്തമായിട്ടുണ്ട്. രണ്ട് ടൈപ്പാണ്, 2 തരത്തിലുള്ള ആൾക്കാർക്ക് ഏറ്റെടുക്കാം. അതെ, ആർക്ക് വേണേലും ഏറ്റെടുക്കാൻ പറ്റുന്ന അതാണ്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ പ്രണയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് പ്രണയം റിലേറ്റഡ് ഒരു സെഗ്മെന്റിലേക്ക് പോവാം. നിങ്ങൾ എല്ലാവരും പ്രണയിച്ചിട്ടുള്ളവരായിരിക്കുമല്ലോ. പിന്നെ ഈ മൂവിയിൽ തന്നെ പറയുന്നുണ്ടല്ലോ, മനസ്സുകൊണ്ട് ഒരാണിനെ സ്നേഹിക്കാത്ത പെണ്ണും പെണ്ണിനെ സ്നേഹിക്കാത്ത ആണും ഇല്ലെന്ന്, അല്ലേ? കറക്റ്റ് അല്ലേ? അത് ഇത്രയും പെട്ടെന്ന് വൈറൽ പോകും. അതല്ലേ, ഞാൻ നോട്ട് ചെയ്തിട്ടോ. എനിക്കിട്ട് പറഞ്ഞൊരു വാക്കാണ്, അതിന് ജീവിതം മാറ്റി പറഞ്ഞു. ചോദിക്കാൻ വേണ്ടി ഇത് മനസ്സുകൊണ്ട് പ്രണയിക്കുന്നു ഇത് ചോദിച്ചു കളയാ. ഇത് കൊള്ളാന്നൊക്കെ. ഓക്കെ, അപ്പൊ നമ്മുടെ സെഗ്മെന്റിന്റെ പേര് ലവ് ഗുരു. ഓക്കെ, ലവ് ഗുരു. ലവ് ഗുരു. ചില പ്രണയങ്ങൾ അപൂർണമാണ്. അങ്ങോട്ട് പ്രണയം ഒരു പുഴ പോലെ എന്ന് പറഞ്ഞാലും ഇങ്ങോട്ട് ഒരു പുഴുവിന്റെ അത്രയും വലിപ്പത്തിൽ പോലും ആ പ്രണയം ഉണ്ടാകില്ല. പ്രണയം തിരിച്ചു കിട്ടാൻ എന്ത് ചെയ്യും? പ്രണയ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ നഷ്ടങ്ങള് ഒന്നും ചെയ്യാനില്ല. ലിസ്റ്റ് അല്ലയോ, എടുക്കാം. എന്താ ചെയ്യാൻ? ഇത് 2 തരത്തിൽ ഉത്തരം പറയാൻ പറ്റും. ഒന്ന് വളരെ 90 കിഡ്സിന്റെ തന്തവൈ പറയാം, രണ്ടാമത്തത് നമ്മളിപ്പോ സാധാരണ രീതിയിൽ പറയാം. ഏത് തരത്തിൽ പറയണം? രണ്ടിലും പറഞ്ഞോ, നമുക്ക് രണ്ട് വ്യൂവേഴ്സ് എല്ലാ ഉണ്ട്. ഓഡിയൻസും ഉണ്ട്. ഒന്ന് എൻ്റെ പേഴ്സണൽ അഭിപ്രായം, പ്രണയമായിക്കോട്ടെ സ്നേഹമായിക്കോട്ടെ, ഒന്നിനും പുറകെ പോയിട്ട് അത് പിടിച്ചെടുക്കുന്നതിൽ ഞാൻ യോജിക്കുന്നില്ല. നമുക്ക് നമ്മളോട് താല്പര്യമില്ലാതെ എന്താണെങ്കിലും അതിൻ്റെ പുറകെ പോയിട്ട് കുറിച്ച് കാര്യമില്ല. നമുക്ക് നമ്മളുടെ ഡിമാൻഡ്, നമുക്കൊരു സെൽഫായിട്ട് നമുക്കൊരു വാല്യൂ നമ്മൾ കൊടുത്തില്ലെങ്കിൽ, അത് മറ്റൊരാൾ തരുന്നില്ലെങ്കിൽ എന്താ കാര്യമുള്ള നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നിടത്തോളം കാലം അത് നമ്മൾ എല്ലാത്തിനും എപ്പോഴും അവൈലബിൾ ആയി കഴിഞ്ഞാലാണ് പ്രോബ്ലം. നമ്മൾ കുറച്ച് ഡിമാൻഡ് ചെയ്യണം എന്തിനും. നമ്മളൊന്നും പിടിച്ചു വാങ്ങിക്കാൻ പാടില്ല, അല്ലേ? ആണോ? അതെ, കാരണം നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന പലരും ഇപ്പൊ നമുക്ക് അറിയത്തുപോലില്ല അവരെവിടാന്ന് പോലും. ആണല്ലേ? ബന്ധമൊക്കെ പുതുക്കണ്ടേ? അല്ല, ചില ബന്ധങ്ങളൊക്കെ അങ്ങനല്ലേ, നമ്മൾ അന്ന് വിചാരിക്കും ഇവരില്ലാതെ അങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിരുന്ന പല ബന്ധങ്ങളും അവരെവിടാന്ന് പോലും നമുക്ക് അറിയത്തില്ല. അപ്പൊ ഇതൊക്കെ അത്രേ ഉള്ളൂ ലൈഫിൽ ഫേസ് ചെയ്യുക, പരിപാടികൾ നടക്കട്ടെ. വിനീതേട്ടൻ അപ്പോഴേക്കും കുറച്ച് ഡൗൺ ആയി. പണ്ടത്തെ പ്രണയങ്ങളൊക്കെ ഓർത്തെടുത്തെന്ന് തോന്നുന്നു. അതെ, അതിപ്പോ ഒന്നും ചെയ്യാനില്ല. നമ്മള് ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, നമ്മൾ പതിയെ മറന്നു തുടങ്ങും എന്തൊക്കെയായാലും. അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. പുതിയത് വരും, പഴയത് ഈ സമയം കടന്നു പോകും. അതെ. അതാണ് സത്യം. അതെ അതെ, അടുത്ത പരിപാടികളിലേക്ക് പോകും. എല്ലാരും മറന്നു തുടങ്ങുമല്ലോ. മറന്നില്ലെങ്കിൽ പിന്നെ എന്തുവാ. അങ്ങനെ ആവാൻ പറ്റട്ടെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ പിന്നെയും കുറച്ചുകൂടി ആളുകൾ പെട്ടെന്ന് മൂവ് ആയി തുടങ്ങുന്നുണ്ട്. അതെ അതെ, നമ്മുടെ സോഷ്യൽ മീഡിയസിലൊക്കെ മോട്ടിവേഷനും അതും ഇതൊക്കെ വരുന്നതുകൊണ്ട്. പണ്ട് അങ്ങനെ അല്ലായിരുന്നല്ലോ, അല്ലേ? ഓക്കെ, എന്നുവെച്ചാൽ ഞങ്ങളുടെ പ്രായമാണ് ഉദ്ദേശിച്ചത്. പാസ്റ്റ് ബ്രേക്കപ്സ് ആൻഡ് ലെസൺ പ്രണയത്തിലും റിലേഷൻഷിപ്പിലും എത്രത്തോളം ഹെൽപ്പ് ചെയ്യും എന്ന് വെച്ചാൽ നമ്മുടെ പാസ്റ്റ് ഉണ്ടായ എത്രത്തോളം ഹെൽപ്പ് ചെയ്യും? വിനീതേട്ടാ പറയൂ. നമുക്ക് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ആണോ? അതെ, പലതും പല അനുഭവങ്ങളല്ലേ. നമ്മൾ പണ്ടത്തെ പഠിക്കാത്തതാണ് പുതിയതിൽ പഠിക്കാൻ പോണത്. അപ്പൊ ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യണമെന്നില്ല. പല റൂട്ടല്ലേ. നമ്മൾ ഊട്ടിയെ പോകുമ്പോ ഹിൽ ഏരിയ അല്ലേ, നമ്മൾ കടലിലേക്ക് പോകുന്ന സമയത്ത് ഉപകാരപ്പെടില്ലല്ലോ. പാസ്റ്റ് ഒരു ട്രയൽ വേർഷൻ ആയിട്ട് എടുക്കുക, അടുത്തതിൽ അത് മാറ്റി പിടിക്കുക.
പുതിയ വേർഷൻ പുതിയ version അതാണ് ഡിപ്പെൻസ്. ചിലപ്പോൾ ഹെൽപ്പ് ചെയ്യായിരിക്കും കേട്ടോ, നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളവരുണ്ടാവും അല്ലേ, പാസ്റ്റ് ഉണ്ടായിരിക്കും, റിലേഷൻഷിപ്പ് ലെസൺസ് ഒക്കെ കാരണം കൊണ്ട് നമ്മൾ ഇനി വരുമ്പോ ഈ പണി കിട്ടാൻ പാടില്ല. അതെ അതെ കിട്ടിയാലും നമുക്ക് ചിലപ്പം ഡെപ്ത് കുറവായിരിക്കും. നമുക്ക് ഒരിക്കൽ പോലീസ് സ്റ്റേഷനിൽ കയറി പിന്നെ ഇതൊക്കെ പേടി കുറെ കുറയും. കിട്ടിയതാണ് നല്ലത്. എല്ലാ അനുഭവങ്ങളും ചിലപ്പോൾ റിലേഷൻ നല്ല കോൺഫിഡൻസ് കിട്ടും, ചിലപ്പോൾ നല്ല പണി കിട്ടും, എല്ലാം കിട്ടും. എല്ലാവരും ഒന്നിൽ നിന്ന് അടുത്തേക്ക് വരുമ്പോൾ ഇതിൽ ശരിയാവും, ഇതിൽ ഞാൻ ശരിയാവും എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. അതും പൊട്ടുമ്പോൾ അടുത്തേ ശരിയാവും വിചാരിക്കും. നമ്മളിങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും. അവസാനം മനസ്സിലാക്കുന്നത് നമുക്കാണ് പ്രശ്നം. അത് മനസ്സിലാക്കുന്നവരെ വരെ അവരുടെ പ്രശ്നമല്ല. അത് മനസ്സിലാക്കാൻ നമ്മൾ സമയം കൊടുക്കും. ഈ യോധയെ പറയുമ്പോൾ അടുത്ത വർഷം നോക്കാൻ പറഞ്ഞാൽ പ്രായം പോകുന്നത് നമ്മളറിയില്ല. പൊട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഇത്ര പ്രായത്തിലാണ് അറിഞ്ഞത്. ഓക്കെ, ഇനി റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമ്മുടെ ഇൻസെക്യൂരിറ്റീസ് ആൻഡ് വീക്ക് പോയിന്റ്സ് പാർട്ട്ണറോട് ഷെയർ ചെയ്യുന്നത് ശരിയല്ല എന്നുണ്ടോ? ആ റിലേഷൻഷിപ്പിലാവുമ്പോൾ നമ്മൾ നമ്മുടെ വീക്ക് പോയിന്റ്സ് പറയുന്നത് ശരിയാണോ? അതിന് നമുക്ക് പ്രോപ്പർ ആയിട്ട് ഉത്തരം പറയാൻ പറ്റില്ല. എത്ര പറഞ്ഞാലും പറയും. പറയേണ്ട അതായത് ലക്ഷണം പറയും. ഈ റിലേഷൻഷിപ്പിന്റെ പോക്ക് എങ്ങോട്ടാന്ന് നോക്കിയാൽ അറിയാൻ പറ്റും. അതിനകത്തൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. ചെയ്താൽ ചെയ്തു, ഷെയർ ചെയ്താൽ ചെയ്തു, നാളെ അത് തിരിച്ച് കിട്ടിയാൽ കിട്ടി, ഒന്നും ചെയ്യാനില്ല. ഇപ്പോഴത്തെ പ്രണയം സ്റ്റാർട്ട് ചെയ്താല് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീട്ടിലെ റേഷൻ കാർഡ് വരെ കൊണ്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കി എല്ലാം പോയി, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയും അടുത്തു ബന്ധങ്ങൾ. അല്ല, ഇതിനകത്തൊന്നും നമുക്കൊന്നും ചെയ്യാനില്ല. അതങ്ങനെ അതൊക്കെ ആ പോയിക്കൊണ്ടിരിക്കുക. flow-ൽ ആ ഫ്ലോയില് പോകുന്നതാണ്. സംഭവിക്കുന്നത്. നമ്മള് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ വീക്ക് പോയിന്റ്സ് അവർ മനസ്സിലാക്കും. അതെ അതെ അവരറിയും അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കാരെ ആ ഒരു കാരണം കൊണ്ടുമായിരിക്കും അവര് പോകുന്നതെന്ന്. അതെ, അതൊരു കാര്യമായിരിക്കും. കാരണം നമുക്കറിയാൻ പറ്റത്തില്ലല്ലോ. നമുക്കറിയാൻ പറ്റില്ലല്ലോ. അത് നമുക്ക് പറയാൻ പറ്റും. നമ്മളത് നമ്മള് ഭയങ്കര സംഭവമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ നോക്കി നമ്മളുമായിട്ട് അപ്പോഴാണ് നമ്മൾ റിലേഷൻഷിപ്പിലിരിക്കുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ നമുക്ക് അത് മനസ്സിലാവണമെന്നില്ല ആ സമയത്ത്. അതെ, ഇതിനകത്തൊന്നും ചെയ്യാനില്ല. ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുക പൊക്കോണ്ടിരിക്കും. എന്നുള്ളത്. നമ്മൾ ആ ഫ്ലോയിലങ്ങ് കൂടെ നമ്മളാ പോവാ. flow-ൽ ഇപ്പൊ അങ്ങനെ അപ്പോഴേക്കും പ്രായമായി ഒരു സമയമാവും. അത് ഞാനിപ്പോ അങ്ങനെ പോവാ, എല്ലാം അങ്ങോട്ട് പോട്ടെ Try ചെയ്യുന്ന ആ സെക്ഷനിലേക്ക് നമ്മൾ പോകും. അതെ. സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. അതെ, ഓക്കെ. ഇനി കോൺഫ്ലിക്ട്സ് മാനേജ്മെന്റ് പഠിച്ചിട്ട് മാത്രം പ്രണയിക്കാൻ പോയാൽ മതി എന്ന് പറഞ്ഞാൽ ശരിയാണോ? എന്ന് വെച്ചാൽ വഴക്കുണ്ടാക്കുക, അടി ഉണ്ടാക്കുക, ഇതൊക്കെ പഠിച്ചിട്ട് വേണം പ്രണയിക്കാൻ പോവാൻ. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രണയിക്കുന്ന ആളുടെ കയ്യിലിരിപ്പും കൂടി അനുസരിച്ചിരിക്കും അല്ലേ, നമ്മൾ സ്നേഹിക്കുന്നതും പിന്നെ നമ്മളുടെ കയ്യിലിരിപ്പും. അത് പെട്ടെന്ന് മനസ്സിലാവും. കുറച്ച് ദിവസം, ചിലപ്പോൾ 10 വർഷം കഴിഞ്ഞാൽ മനസ്സിലാവും ചില ആളെ കയ്യിലിരിക്കും. 10 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ചില ആൾക്കാർ പറയും നമ്മൾ ഒരാളെ കണ്ട് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. ഈ സ്ത്രീകളുടെ പ്രത്യേക കഴിവെന്ന് വെച്ചാൽ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയം മുതൽ നമ്മൾ എണീക്കുന്ന സമയം വരെ അവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതെ, നമ്മൾ അവരെ കാൽക്കുലേഷൻ ഓവർ തിങ്കിങ് കാൽക്കുലേഷൻ വളരെ കറക്റ്റ് ആയിരിക്കും. നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറം ചിന്തിക്കും അവര് നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ അപ്പുറം പ്ലാൻ ചെയ്യും. പക്ഷേ അന്ന് ലാലേട്ടൻ പറഞ്ഞത് മൺചിത്രത്താഴിയിലെ ഉറങ്ങിക്കിടക്കുന്ന ഗംഗയ്ക്ക് നിന്റെ ഉറക്കത്തിന്റെ ആഴം അളക്കാൻ പറ്റും. നമ്മൾ ആണുങ്ങൾ എന്താ അറിയോ, ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ കിടന്നുറങ്ങി നമ്മൾ അതൊക്കെ മറക്കും. സ്ത്രീകൾ അങ്ങനെയല്ല. 10 വർഷം കഴിഞ്ഞാൽ ആ ഡേറ്റും ടൈമും ഒക്കെ നോട്ട് ചെയ്ത്. അങ്ങനെയൊന്നുമില്ല കേട്ടോ, അതൊക്കെ പണ്ട്. ഇപ്പൊ ആ പിള്ളേരും കണക്കന്നെ. സോറി, ഞാൻ പറയാനുണ്ട്. അതെ, ഞങ്ങൾക്ക് ഉറങ്ങി എണീക്കുന്ന സമയം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്ക് എവിടെ സമയം. പിന്നെ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്ത് പോകണം, നല്ല നടക്കൂ പരിപാടി. റിലേഷൻഷിപ്പ് വേണമെങ്കിൽ അത് മാനേജ് ചെയ്യാനുള്ള കഴിവ് വേണം. അല്ലാത്തൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കരുത്. ശ്രീകാന്തേട്ടൻ ഇപ്പൊ റിലേഷൻഷിപ്പിലാണോ? അതെ, ഞാൻ മാനേജ് ചെയ്യും. ഞാൻ മാനേജ് ചെയ്തോണ്ടിരിക്കുക. ഞാൻ കോൺഫ്ലിക്ട് മാനേജ്മെന്റ് ഒക്കെ പഠിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോൾ PhD ഇടയ്ക്കിടയ്ക്ക് ഫോം വിളിച്ചിട്ട് ടെൻഷനൊക്കെ അല്ല, നമ്മള് രണ്ട് മനുഷ്യന്മാര് ഏതൊരു റിലേഷൻഷിപ്പ് ആയാലും കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അത് മാന്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റണം. പേടിക്കുന്നുണ്ടോ ചേട്ടൻ പറയുമ്പോൾ? ഇല്ല, പെട്ടെന്ന് കൈയൊക്കെ വിറയ്ക്കുന്ന പോലെയൊക്കെ തോന്നുന്നു. ഇല്ല, കുഴപ്പമില്ല. ഞങ്ങൾ എന്തായാലും കട്ടിയില്ല, ഞങ്ങൾ തമ്മിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ വടക്കൻ പ്രണയ പർവ്വം എന്ന് പറയുമ്പോൾ പ്രണയത്തെ പറ്റി, അതുകൊണ്ടാണ് ഞാൻ ഈ സെഗ്മെന്റ് തന്നെ എടുത്തത്. പക്ഷെ എന്നാലും പ്രണയം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ശരിക്കും അഞ്ജന ഡിഫൈൻ ചെയ്യുന്നത്? പറയൂ. അഞ്ജന പെട്ടെന്ന് വിചാരിച്ചില്ല. അഞ്ജനും ഞാൻ 2K അല്ലേ 90s-നോട് ചോദിച്ചു. 2K കിഡ്സിന് പ്രണയമില്ല. 2K കിഡ്സിന് ഇഷ്ടമില്ല പ്രണയം. ഇപ്പൊ വേർഡ്സ് ആണ്, സിറ്റുവേഷൻഷിപ്പ്, അങ്ങനെ കുറെ വേർഡ്സ് ഉണ്ട്. പകുതി ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ എനിക്ക് പറയുള്ളൂ. എന്താണ് 2K കിഡ് എന്ന രീതിയിൽ പ്രണയത്തെ പറ്റി പറയാനുള്ളത്? പ്രണയം എന്ന് പറയുന്നത്
ഒരു സൈഡിൽ നോക്കുമ്പോ നല്ലൊരു ഇതാണ്, മറ്റേ സൈഡിൽ നോക്കുമ്പോ നല്ലൊരു ഇതല്ല. ഇതാണ്. പ്രണയം എന്ന് നല്ലൊരു ഇതല്ല. പ്രണയം ഇതാണ്. അല്ലാതെ പറയുന്നത് കേട്ടിട്ട് ഞാൻ ചിരിച്ചു. അല്ല ഞാൻ ഇപ്പൊ സത്യം ഇങ്ങനെ ഏറ്റെടുത്തോണ്ടിരിക്കുക, അതുകൊണ്ട് എനിക്ക് പ്രണയം ഇഷ്ടമില്ല. കഥ പറയാൻ പാടില്ല, കഥ പറയാൻ പാടില്ല. സോറി, കഥ ഞാൻ കേട്ടില്ലായിരുന്നു. ഓക്കെ, പ്രണയം പേഴ്സണലി പറയുകയാണെങ്കിൽ പ്രണയം ആ ഒരു നിമിഷമൊക്കെ നല്ലതാണ്. ചില സമയങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് മാറും. നമ്മൾ ഒരു പ്രത്യേക ഒരു അനുഭൂതി, ഒരു പ്രത്യേക ഫീൽ, നമ്മുടെ ലുക്കിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്, നമ്മൾ പെർഫ്യൂം സെലക്ട് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുന്നതിൽ, നമ്മളെ ഓരോ യാത്രകളിൽ, ചില സമയങ്ങളിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, ഇതൊക്കെ തിരിച്ചും വരും. താടി മുടി നീട്ടു. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ചില സമയത്ത് ഫോണൊക്കെ കണ്ടു കഴിഞ്ഞാൽ ദൈവമേ എന്തിനാ ആദ്യം ഇങ്ങനെ എടുക്കും, പിന്നെ ഇങ്ങനെ എടുക്കും. ഓക്കെ, അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രണയം എന്ന് പറയുന്നത് അല്ലേ? അതെ. ശ്രീകാന്തേട്ടൻ എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇനി അഞ്ജനയോടാണേ. സ്വന്തം പ്രണയത്തെ കുറിച്ച് കണ്ട ഒരു വലിയ സ്വപ്നം. സ്വപ്നം നമുക്ക് പിന്നെ എന്തോ പറഞ്ഞല്ലോ അതിന്റെ ഇടയിൽ കൂടെ. സ്വപ്നമായിട്ട് തന്നെ ഇരിക്കുവാന്ന്. ഞാനും ഒറ്റ വാക്കില് ഉത്തരം പറയാം, മോങ്ങനും മോളിയും. മോഹനും മോളിയല്ല, ബോബനും മോളിയാ. ബോബനും മോളിയോ? മോങ്ങനും മോളി. ഞാൻ നേരത്തെ പറഞ്ഞത് ബോബനും മോളി പോലും അറിയാം. ബോബനും മോളിയിലെ വോയിസ് അല്ലല്ലോ. അല്ലല്ലോ, ബോബനും മോളിയും ബ്രദർ സിസ്റ്റർ അല്ലേ? ആണോ? സ്വപ്നല്ലേ? ഇമാജിൻ. അത് കഴിഞ്ഞു. ഇത് ശരിക്കും ഉള്ളത് പറയാനാണോ? ഇത് സ്വപ്നം. നമ്മുടെ പ്രണയത്തെ പറ്റി, ഇപ്പൊ അഞ്ജനയുടെ പ്രണയത്തെ പറ്റിയുള്ള ഒരു സ്വപ്നം. എനിക്ക് പ്രണയം ഇഷ്ടമില്ല. പ്രണയം ഇഷ്ടമല്ലാന്ന്, പ്രണയം ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത്. അതെ. ചെയ്യാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായിരിക്കും? എന്തേലും ഇഷ്ടപ്പെടണമെങ്കിൽ പ്രണയത്തെ പറഞ്ഞു ഒഴിവാക്കുന്നൊക്കെ. സ്വപ്നം പറയാം. പൊട്ടയും പറയാം. ബ്യൂട്ടിഫുൾ ആയിട്ട് പറയുന്നത് ഇങ്ങനെ സംഭവിക്കരുത്, എന്തുകൊണ്ട് പ്രണയം ഇഷ്ടമല്ലെന്നും പറയാം. അതെ, ഇഷ്ടമല്ലെന്ന് പറയരുതെന്നാ? അല്ലെ, ദുസ്വപ്നമായിരിക്കാന്നോ നല്ല തന്നെ ആയിരിക്കണം എന്നില്ലെന്നോ സ്വപ്നം ചോദിച്ചുള്ളൂ. സ്വപ്നം വലിയ സ്വപ്നമൊന്നും ഇല്ല. അങ്ങനെയൊന്നുമില്ല. എന്ന് വെച്ചാൽ ഇപ്പം കുഞ്ഞു സ്വപ്നമാവാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് നമ്മളുടെ പാർട്ട്ണറായിട്ട് കാറിൽ പോകുമ്പോ സുന്ദരിയേവാ, പണ്ടത്തെ നമ്മുടെ 90 കിഡ്സ് പാട്ടൊക്കെ വെച്ച് ഇങ്ങനെ ചില്ല് ചെയ്ത് പോവാ. തല കെട്ടി വെക്കണ്ട. വേറെ പാട്ടൊക്കെ ആയിരിക്കും പറഞ്ഞത്. സോറി, ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അങ്ങനെ സ്വപ്നങ്ങളൊന്നുമില്ല. പ്രണയമേ വലിയ താല്പര്യം ഇല്ലാത്ത ആണല്ലേ? നമുക്ക് ഇങ്ങനെ ചില്ല് ചെയ്ത് ഇഷ്ടമില്ല, അങ്ങനെ പോവാം, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി വിനീതേട്ടൻ്റെ അടുത്താണ്. പ്രണയിനിയുമായി ഒരു റെസ്റ്റോറന്റ് തുടങ്ങിയാൽ അവിടെ എന്ത് ഫുഡായിരിക്കും വിളമ്പുക? മൊയിലിറച്ചി. മൊയിലിറച്ചി കുടിഞ്ഞിരിക്കുന്ന മൊയിലിറച്ചി പുള്ളി മൊയിലിറച്ചി ബർഗർ. അതെ, മന്തി, ബർഗർ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ മൊയിലിറച്ചി ബർഗർ അല്ലേ? റാബിറ്റ് ബർഗർ. നല്ലൊരു തീമാണ്. അതിനൊരു പേരും കൂടി ഇടാം. മൊയിലിറച്ചിയും കൂടി ഞെരിഞ്ഞിരിക്കാം. അതെ, അങ്ങനല്ലേ ഏതായാലോ? ഞെരി ഹോട്ടലിലെ ഞെരി ഞെരി. അയ്യോ, എനിക്ക് വയ്യ. ഓക്കെ, നമ്മളുടെ ഒരു വടക്കൻ പ്രണയ പർവം എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂവി വലിയൊരു ഹിറ്റ് ആവട്ടെ അല്ലേ? എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? എല്ലാവരും പറയണം. ഞങ്ങളുടെ ഈ പടത്തിന്റെ ഡയറക്ടേഴ്സ് രണ്ടുപേരും പുതിയ ആൾക്കാരാണ്, ഋഷി വിജയ് ചേട്ടനും. അവരുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അപ്പം അവർ ഡയറക്ഷൻ മാത്രമല്ല അഭിനയിച്ചിട്ടുമുണ്ട്. അതിൽ വിജയ് ചേട്ടൻ്റെയാണ് തിരക്കഥ. അപ്പോൾ ഈ അവർ ആദ്യമായിട്ട് തുടങ്ങിയൊരു പരിപാടിയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളെയും അവരെയും ഒരുമിച്ച് സപ്പോർട്ട് ചെയ്ത് സിനിമ തിയേറ്ററിൽ നിന്ന് കാണണം. ഇത് വലിയൊരു വിജയമാക്കി തരണം അല്ലേ? ഞാൻ കണ്ടായിരുന്നു ഋഷി ചേട്ടന്റെ ഒരു വീഡിയോ. ഒരു വർഷം പോയ പോക്കേ അറിയുന്നില്ല, എത്ര പെട്ടെന്നാണ്. എനിക്ക് കുറച്ചുകൂടി സമയം വേണമായിരുന്നു എന്നൊക്കെ പറയുന്ന പോലെ ഒരു വീഡിയോ ഇങ്ങനെ കഴിഞ്ഞ ദിവസം കണ്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരുന്നു? പിന്നെ പെട്ടെന്ന് വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഒരു വർഷം സമയം പോകുന്നല്ലേ? നമ്മൾ മറ്റൊന്നിലും എൻഗേജ്ഡ് ആവട്ടെ, ഇതിൽ തന്നെ എൻഗേജ്ഡ് ആയിട്ട് ഞാനൊക്കെ ഒരു വർഷം അങ്ങനെ തന്നെ പോയി. അതെ അതെ, വേറെ ഒന്നിലും എൻഗേജ്. കാരണം വെച്ചാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ, കാരണം നമ്മൾ പ്രതീക്ഷയാണല്ലോ സിനിമ. അപ്പം എന്തെങ്കിലും ഇതിലൂടെ ഇതാണ് വഴി, ഇതായിരിക്കും മുട്ടുവിൻ തുറക്കപ്പെടുന്ന പറഞ്ഞ വഴി എന്നതിൽ അപ്പം ജനങ്ങളിൽ മാക്സിമം എത്തിക്കുക. അതാണ് ഇപ്പം ഉള്ള ശ്രമം ഓരോ ദിവസവും. കാരണം നമുക്കൊരു വിശ്വാസമുണ്ട്, ഈ സിനിമ എന്തായാലും ആരും കുറ്റം പറയില്ല, അത് ഉറപ്പുണ്ട്. മറ്റുള്ളത് എനിക്കറിയില്ല, അത് ഓരോരുത്തരുടെ കോൺസെപ്റ്റ്, ഓരോരുത്തർ ഇഷ്ടം, പക്ഷെ കുറ്റം പറയില്ല, അത് ഉറപ്പാണ്. പിന്നെ പുതിയ ആൾക്കാരല്ലേ, ഞങ്ങളെല്ലാം പുതിയ ആൾക്കാരാണ്. കുറച്ച് ആൾക്കാർ ഒഴികെ ബാക്കിയെല്ലാം പുതിയ ആൾക്കാരാണ്. അവരുടെ തെറ്റുകൾ ചിലപ്പോൾ ക്ഷമിക്കാൻ നമ്മുടെ ജനങ്ങൾ ക്ഷമിക്കണേ. അവര് നമുക്ക് ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ ഒരു സെലിബ്രിറ്റീനെ വിളിച്ചിട്ട്, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ഒരു സെലിബ്രിറ്റീനെ വിളിച്ചിട്ട് എന്റെ സിനിമ ഇറങ്ങാൻ പോവാണ്, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ വരണം എന്ന് പറഞ്ഞ് വിളിക്കാൻ ആർക്കാണ് ഇവിടെ ഗട്സ് ഉള്ളത്? ഒരു സെലിബ്രിറ്റീനെ.
ടൊവിനോ, ദുൽഖർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ വിളിച്ചെടുക്കണ്ടേ? അല്ല, ഒരാളെ try ചെയ്യാം. നമ്പർ ഉണ്ടോ? നമ്പർ എവിടുന്ന് കിട്ടും? വിളിക്കാറുണ്ട് പക്ഷെ എടുക്കാറില്ല, അയക്കാറുണ്ട് പക്ഷെ നോക്കാറില്ല. ആരും എടുക്കത്തില്ല. പെപ്പേനെ വിളിച്ചെടുക്കുവോ? ചിലപ്പോൾ എടുക്കാൻ അറിയില്ല. എടുത്തിട്ട് പറ. ഇവിടെ നമ്മള് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ വരണം എന്ന് ആങ്കർ പറഞ്ഞൂടി വേണം പറഞ്ഞു. എന്റെ പേര് പറഞ്ഞോ, കുഴപ്പമില്ല. ഹലോ ഹലോ എടാ, ഞാനേ നമ്മുടെ പടത്തിൻ്റെ ഇൻ്റർവ്യൂവിലിരിക്കുകയാണ്. അപ്പോൾ ഓൺലൈനിൽ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് നമ്മുടെ പടത്തിൻ്റെ സിനിമ കാണണമെന്ന് അഭ്യർത്ഥിക്കാൻ പറഞ്ഞു. എവിടെ? വീട്ടിലാ? ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് തന്നെ വിളിച്ചതാ. അപ്പോൾ 9-ാം തീയതി പടം റിലീസാണ്. നമ്മുടെ ബിൽറ്റ എന്ന് പറഞ്ഞാൽ മതി. മൈൽ സ്റ്റോൺ ബിൽറ്റ എന്ന് പറഞ്ഞ കുട്ടിയാണ്. ഞാൻ ആങ്കർക്കൊന്ന് ജസ്റ്റ് കൊടുക്കണ്ട കേട്ടോ. ഹലോ ചേട്ടാ, എന്റെ പേര് ബിൽറ്റ എന്നാണ്. ഞാൻ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന ചാനലിലെ ആങ്കർ ആണ്. ഞാൻ ചേട്ടാ വലിയൊരു ഫാനാണ്. നമസ്കാരം. അപ്പം ഞാനിവിടെ ഇരിക്കാൻ നേരത്തെ ലാസ്റ്റ് ഒരു ടാസ്ക് ആയിട്ട് കൊടുത്തത്, കാരണം എനിക്ക് ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കാമല്ലോ, അപ്പൊ അതുകൊണ്ട് അപ്പൊ എന്തായാലും ഒരു വടക്കൻ പ്രണയപർവ്വം എന്ന് പറഞ്ഞിട്ടുള്ള മൂവി May 9th വരുന്നുണ്ട്. വിനീതേട്ടൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക് കാണാൻ വേണ്ടി എന്തായാലും മാക്സിമം ശ്രമിക്കും. കാണാറുണ്ടെന്നാ പറഞ്ഞേ. ഓക്കെ ചേട്ടാ, അപ്പൊ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെടാ, ശരി. ശരി. ഓക്കെ, ഇന്ന് ഞാൻ സന്തോഷവതിയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളൊന്നും സഫലമായി എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന എല്ലാ കാറ്റഗറി ഓഫ് ആൾക്കാർക്കും കാണാൻ പറ്റുന്ന ഒരു മൂവി തന്നെയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ തന്നെ ആവട്ടെ. നിങ്ങളെല്ലാവരും ഈ മൂവിയുടെ ഫസ്റ്റ് ഷോ ഇറങ്ങുമ്പോൾ തന്നെ വളരെ ഹാപ്പി ആയിട്ട് തിരിച്ചിറങ്ങാൻ പറ്റട്ടെ. എല്ലാവരും ഈ മൂവി സ്വീകരിക്കട്ടെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.